വടക്കൻ വീരഗാഥയെ സംബന്ധിച്ച് എന്താണെന്നറിയോ, അതിനകത്ത് വർക്ക് ചെയ്ത ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ ആ സിനിമയുടെ പിറകിലുണ്ട്. അതിൽ തന്നെ കുറേ പേര് നമ്മുടെ കൂടെ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. അപ്പോൾ വീണ്ടും ഈ സിനിമ സ്ക്രീനിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ ഞാൻ ആ സിനിമയുടെ ഭാഗമാണ് എന്നതിനേക്കാൾ ഉപരി എനിക്കിതൊരു ബിഗ് സ്ക്രീനിൽ എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം അന്നല്ലേ നമ്മളത് തിയേറ്ററിൽ കണ്ടിട്ടുള്ളൂ, പിന്നെ എനിക്ക് തിയേറ്ററിൽ കാണാൻ അവസരം കിട്ടിയിട്ടില്ല. അപ്പോൾ ഇപ്പോൾ അത് 4Kയിൽ അറ്റ്മോസ് സൗണ്ട് സിസ്റ്റത്തിൽ വരുമ്പോൾ അത് കാണണം എന്ന് എനിക്ക് ഭയങ്കര. അന്ന് 10-12 വയസ്സുള്ള ഒരു കുട്ടിയാണ് ആ സിനിമ കണ്ടത്. അന്ന് എത്രാം ക്ലാസ്സിൽ? 7-ലോ? അതെ, 6-ല്. അപ്പോൾ ആ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നമ്മുടെ ഒരു സിനിമ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ സിനിമയുടെ ടെക്നിക്കൽ ഡീറ്റെയിൽസിലേക്കോ അല്ലെങ്കിൽ കഥയിലേക്കോ ഒന്നും കണ്ടിട്ടുണ്ടാവില്ല. താൻ അഭിനയിച്ച ഭാഗം വരുമ്പോൾ അതിലേക്ക് ഇങ്ങനെ കണ്ണ് കൂർപ്പിച്ചിരുന്നിട്ടുണ്ടാവും അല്ലേ? അത്രയേ ഉള്ളൂ. കാരണം അന്ന് ഞാൻ കണ്ണൂരിലുള്ള ഒരു റിമോട്ടായിട്ടുള്ള ഒരു വില്ലേജിൽ നിന്ന് വരുന്ന ഒരാളാണ്. അപ്പോൾ അന്ന് എൻ്റെ ഗ്രാമത്തിന്റെ പേരും കൂടി വെങ്ങര എന്നാണ് പേര്. വെങ്ങര മൂലക്കിൽ എന്ന് പറയുന്ന ഒരു ഗ്രാമമാണ്. അപ്പോൾ അവിടെ ആദ്യമായിട്ടാണ് ഒരാൾ സിനിമയിലേക്ക് വരുന്നതും. അപ്പോൾ അതുകൊണ്ട് ആ നാട്ടുകാരുടെ കൂടി ഇരുന്ന്, കണ്ണൂരിൽ ഒരു തിയേറ്ററിലായിരുന്നു ഞാൻ ആ സിനിമ ആദ്യം കാണുന്നത്. അപ്പോൾ അവരുടെ കൂടി ഇരുന്ന് കാണുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, കുട്ടിക്കാലത്ത് നമുക്ക് അതേ ഉള്ളൂ.